ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വ്യത്യസ്തമായൊരു വിഷയം പറയാൻ പോകുന്നത് ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. നിങ്ങൾ ടൂർ പോയിട്ടുണ്ടോ? എല്ലാവരും തന്നെ ടൂർ പോയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ ഈ ടൂർ പോകുമ്പോൾ കാടും മലയെല്ലാം കയറി പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, വനത്തിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. മിക്കവാറുള്ള നാഷണൽ പാർക്കുകളിലെല്ലാം ക്രമീകരണമുണ്ട്. പക്ഷേ അധികാരികൾ അത് തന്നെ വിടുകയില്ല. നമ്മുടെ ആരെങ്കിലും അതിന് സഹായത്തിന് വേണ്ടി നമുക്ക് വഴിയറിയാവുന്ന ഒരാളെ കൂടെ വിടും ട്രക്കിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ട്രക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ്? കുടുംബമായിട്ട് നിങ്ങളെങ്ങനെ പോകുന്നു? ഭാര്യ, നിങ്ങൾ, മക്കൾ ഒക്കെ ആയിട്ട് നിങ്ങൾ കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് കുത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് നടന്ന് കൊടുങ്കാട്ടിലൂടെ നടന്ന് ക്ഷീണിച്ച് അവശ്യമായി കഴിയുമ്പോൾ അതാ വളരെ മനോഹരമായൊരു വീട്, കാടിന് നടുക്ക്. വീടെന്ന് പറഞ്ഞാൽ ആധുനിക ശൈലിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വീട്. അതിനുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു, ആരുമില്ല വീട്ടിൽ. വളരെ മനോഹരമായ വീട്. കിച്ചണിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ കിച്ചണിൽ എല്ലാ സംവിധാനമുണ്ട്. സ്റ്റൗ ഇരിപ്പുണ്ട്, വിറകടുപ്പ് വേറെ സൈഡിലുണ്ട്, വിറകും കിടപ്പുണ്ട്, കുക്കർ, ഫ്രിഡ്ജ്, ഓവൻ, അതുപോലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പാത്രങ്ങൾ ഇഷ്ടം പോലെ, യഥേഷ്ടം പെരുമാറാൻ. ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളോടെ ശേഖരിച്ചു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യാം. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തെ ഇറച്ചിരിക്കുന്നു, മീനിരിക്കുന്നു. പിന്നെ നിങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ബെഡ്റൂം, ഹാള്, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒത്തിറങ്ങിയ ഒരു വീട്. ഒരു കുറ്റവും പറയാനില്ല. അപ്പോ ഇത് കണ്ടിട്ട് ഇതെല്ലാം നിങ്ങൾ കയറി നടന്ന് കണ്ടു. അപ്പോൾ ഭാര്യ വളരെ ആകാംക്ഷയോടെ ഭർത്താവിനോട് ചോദിക്കുന്നു, ചേട്ടാ ഇത് ആരുണ്ടാക്കിയതായിരിക്കും? ഇതന്നെ ഇങ്ങനെ കൊടുങ്കാട്ടിക്കൊണ്ട് ഇങ്ങനെ കാട് ഈ കൊടുങ്കാട്ടിക്കൊണ്ട് ഈ വീടിങ്ങനെ വെച്ചേക്കും. ഭർത്താവ് എന്നിട്ട് മറുപടി പറയാ, ഇതേ ആരും ഉണ്ടാക്കിയ വീടല്ല, ഇത് തനിയെ അവിടെ ഉണ്ടായി വന്നതാ, ഇത് ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ തർക്കിക്കും. അത് ഞാൻ ഏതായാലും വിശ്വസിക്കുകയല്ല. ഇങ്ങനൊരു വീട് തന്നെ ഇവിടെ കൊടുങ്കാട്ടിലുണ്ടായി വരികയല്ല, ആരും പ്രവർത്തിക്കാതെ. അല്ലേ? വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി, വീടിൻ്റെ ആയിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുള്ളൊരു വീട് ആരും ഉണ്ടാക്കാതെ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ല, ഭർത്താവ് തറപ്പിച്ച് തന്നെ പറയാണ്, എൻ്റെ പൊന്നു ഭാര്യ, നീ അത് മനസ്സിലാക്കുക, ഇതാരും ഉണ്ടാക്കിയതല്ല, ഇത് തന്നെ ഇവിടെ ഉള്ളതാണ് എന്ന് തർക്കിച്ച് വിചാരിച്ചു. അങ്ങനെ ശക്തമായിട്ട് തർക്കിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരികയില്ലേ? കാരണം യാഥാർത്ഥ്യത്തിന് നേരെ വെറുതെ കണ്ണടയ്ക്കുന്ന ഒരു ഭർത്താവ് എന്നല്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലേ? നമ്മൾ എത്ര ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. അതൊരു വീട് തനിയെ ഉണ്ടായി വരത്തില്ല, സൗകര്യവും കാര്യങ്ങളെല്ലാം അതിന് പിന്നിൽ ഡിസൈൻ ഒക്കെ ചെയ്ത് ആ വിധത്തിലാക്കി തീർക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്. മനുഷ്യൻ, ബുദ്ധിശക്തിയുള്ള മനുഷ്യന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ തെളിവുകളാണ് ഭാര്യ കണ്ടത്. അതുകൊണ്ടാണ് ഭർത്താവിന്റെ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അതിനെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലാണ് ഭർത്താവിന്റെ മറുപടി, ഇത് തന്നെ ഉണ്ടായി ഒന്നാണ്, ഇത് യാതൊരു കാരണവശാലും ആളുകൾ പണിതല്ല എന്ന് പറയുമ്പോൾ മണ്ടൻ എന്നല്ലേ വിളിക്കുള്ളൂ. അല്ലേ? മണ്ടനായ ഭർത്താവ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ശക്തമായിട്ട് വാദിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വാദിക്കാൻ നിൽക്കില്ല, പോട്ടെ, അദ്ദേഹത്തിന്റെ ഇതിൽ വിട്ടേക്കാം. മണ്ടനായ ഭർത്താവ് എന്ന നിലയിൽ മനസ്സിൽ കണക്കൂട്ടി വിട്ടേക്കല്ലേ ഉള്ളൂ. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എത്ര മനോഹരമായൊരു ഭവനമാണ്. വെള്ളച്ചാട്ടങ്ങൾ, നമുക്കിഷ്ടം പോലെ തിന്നാനും കുടിക്കാനുമുള്ള സംഗതികൾ, അല്ലേ? തിന്നാനുള്ള എന്തോരം പഴവർഗ്ഗങ്ങൾ, പഴങ്ങൾ, അല്ലേ? യഥേഷ്ടം ശ്വസിക്കാനുള്ള ശുദ്ധവായു, വെള്ളം, അല്ലേ? അതുപോലെ തന്നെ കണ്ടാസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൃഗങ്ങൾ, പക്ഷികൾ, അല്ലേ? അങ്ങനെ എത്ര വെറൈറ്റികൾ, ആയിരക്കണക്കിന് രീതിയിൽ ഉള്ള മൃഗങ്ങളും വൈവിധ്യങ്ങളാർന്ന സൃഷ്ടികളാണ് ഭൂമിയിലുള്ളത്.
ആ വീട്ടിൽ നമ്മൾ കണ്ട കരുതൽ പോലെ, അതായത് നമുക്ക് വർഷങ്ങളോളം ജീവിക്കാൻ തക്കമുള്ള കരുതൽ ശേഖരം ആ കാടിനടുക്കുള്ള വീട്ടിലുണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി നമുക്ക് ഈ ഭൂമി ഒരുക്കി തന്നിരിക്കുകയാണ് ചെയ്യും. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പറയോ ഇത് തനിയെ ഉണ്ടായി വന്നതാണെന്ന് പറയോ? അപ്പൊ അങ്ങനെ ഭർത്താവ് ശക്തമായി വാദിച്ചപ്പോൾ ഭർത്താവിനോട് നിങ്ങൾ അവസാനം പറഞ്ഞ വാചകം ഓർക്കുന്നുണ്ടോ? മണ്ടൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ വെല്ലുന്നത്, ആ കാട്ടിലെ വീടിനേക്കാൾ വെല്ലുന്ന വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും ഏർപ്പാടുകളും നടത്തിയ ഈ മനോഹരമായ ഭൂമി തനിയെ ഉണ്ടായി വന്നതാണ്. ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല. ഇതൊരു യാദൃച്ഛിക സംഭവമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാനും പറയുന്നു മണ്ടൻ. അതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയമായി കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം കാണാം. അതുവരെ ഗുഡ് ബൈ.